Problem നോക്കാം. Let p be a prime and n any positive integer, then prove that np factorial by n factorial into p raised to n is congruent to -1 raised to n mod p. Okay. ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് വേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു റിസൾട്ട് നോക്കുകയാണ്. ലെറ്റ് എ ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ സച്ച് ദാറ്റ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p. എ എന്താണ്? ഇറ്റ് ഈസ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ആൻഡ് എ എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു എ ഉണ്ടെങ്കിൽ എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 2 എക്സെട്ര ഇൻറ്റു എ പ്ലസ് പി മൈനസ് 2. ഓക്കെ, എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 2 എക്സെട്ര ഇൻറ്റു എ പ്ലസ് പി മൈനസ് 2 എന്ന് പറയുന്നത് എന്താവും? കോൺഗ്രുവൻറ്റ് ടു പി മൈനസ് 1 ഫാക്ടോറിയൽ മോഡ് പി ആയിരിക്കും. അങ്ങനെ വരുന്നത് ഇവിടെ നോക്കൂ, ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 2 എക്സെട്ര എ പ്ലസ് പി മൈനസ് 2 മോഡ് പിയിലുള്ള വാല്യൂ ആണ് നമ്മൾ നോക്കുന്നത്. സോ എ എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. സോ ഈ എ ഫസ്റ്റത്തെ എനെ നമുക്ക് എന്താണ്? മോഡ് പിയിൽ അതിൻ്റെ വാല്യൂ 1 എന്നെടുക്കാം. 1 എന്നെടുത്തു. എ പ്ലസ് 1, ഈ എ പ്ലസ് 1ലെ ഈ എ എന്താണ്? അതിൽ ആദ്യത്തെ എ അത് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. സോ അവിടെ എന്ത് വരും? 1 + 1 എന്ന് വരും. നെക്സ്റ്റ് എ പ്ലസ് 2, അതിലും എ എന്താണ്? കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. സോ 1 + 2 അങ്ങനെ വന്ന് എക്സെട്ര. ഇവിടുത്തെ എനെയും 1 മോഡ് പിയിൽ അതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. 1 + p മൈനസ് 2 എന്നെഴുതാം. ദാറ്റ് ഈസ് ഇതെന്താണ്? 1 ഇൻറ്റു 1 + 1 ഇൻറ്റു 1 + 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 + p മൈനസ് 2. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇൻറ്റു 1 + 1 എന്താണ്? 2 ഇൻറ്റു 1 + 2 എന്താണ്? 3 എക്സെട്ര ഇൻറ്റു 1 + p മൈനസ് 2. സോ 1 - 2 എന്താണ്? -1 ആണ്. ഇതിന് എന്തെഴുതാം? p - 1 എന്ന് എഴുതാം. സോ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു p - 1 എന്ന് കിട്ടും. ആൻഡ് ഇതെന്താണ്? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു p - 1, ദാറ്റ് ഈസ് p - 1 ഫാക്ടോറിയൽ. സോ എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എ പ്ലസ് p - 2നെ നമുക്ക് എന്താ മോഡ് പിയിൽ അതെന്താവും? കോൺഗ്രുവൻറ്റ് ടു p - 1 ഫാക്ടോറിയൽ ആയിരിക്കും. സോ p - 1 ഫാക്ടോറിയൽ മോഡ് p എന്നെഴുതി. അല്ലെങ്കിൽ വിൽസൺസ് തിയറം പ്രകാരം, വിൽസൺ തിയറത്തിൽ എന്താ പറയുന്നത്? p - 1 ഫാക്ടോറിയൽ ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 mod p ആണ്. സോ അത് വെച്ചിട്ട് എന്തെഴുതാം? p - 1 ഫാക്ടോറിയലിനെ നമുക്ക് -1 mod p എന്നെഴുതാം. കോൺഗ്രുവൻറ്റ് ടു -1 mod p. അതായത് എ ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു എ പ്ലസ് p മൈനസ് 2 എന്തായിരിക്കും? കോൺഗ്രുവൻറ്റ് ടു -1 mod p ആയിരിക്കും. ഇവിടെ നോക്കൂ, എ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod p ആണ്. അതായത് p ഡിവൈഡ്സ് a - 1 അല്ലേ? സോ a - 1 എന്താണ്? a - 1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് p. ഇനി ഇവിടെ ഓക്കെ, അപ്പോൾ a - 1 എന്താണ്? പിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. ഇനി a + p - 2. അപ്പോൾ അടുത്ത നമ്പർ എന്താണ്? a + p മൈനസ് അടുത്ത നമ്പർ എന്താണ്? a + p - 1 ആണ്. ഇനി ഈ a + p - 1ൽ നമുക്കറിയാം a - 1 എന്താണ്? a - 1 + p എന്നതിന് അറേഞ്ച് എഴുതാം അല്ലേ? സോ a - 1 എന്താണ്? a - 1 പിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് ആൻഡ് പിയും പിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. സോ a - 1 + p. ഓക്കെ, a - 1ഉം പിൻ്റെ മൾട്ടിപ്പിൾ ആണ്, പിയും പിൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ a - 1 + പിയും എന്താവും? പിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ? സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 12 എന്താണ്? 6ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതേപോലെ 6ഉം അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ തന്നെയാണ്, 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 12 + 6 അതായത് 18ഉം എന്താണ്? ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇവിടെ a - 1ഉം പിൻ്റെ മൾട്ടിപ്പിൾ ആണ്, പിയും പിൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ a - 1 + p എന്ന് പറയുന്നത് എന്തായിരിക്കും? പിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ഡിജിറ്റ്സ് നോക്കൂ, a ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു a + p - 2 എന്ന് പറയുന്നത് എന്താണ്? ഈ എൻ്റെ തൊട്ടിപ്പുറത്തുള്ള നമ്പർ ഏതാണ്? a - 1. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്താ? ഇവിടെ ലാസ്റ്റ് a + p - 2 കഴിഞ്ഞിട്ടുള്ള നമ്പർ എന്താണ്? a + p - 1ഉം. ഈ a - 1ഉം a + p - 1ഉം എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് p ആണ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള പിൻ്റെ രണ്ട് മൾട്ടിപ്പിൾസിൻ്റെ ഇടയിലുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് p, അതിൻ്റെ ഇടയിലുള്ള ഡിജിറ്റുകളാണ് ഈ a ഇൻറ്റു എ പ്ലസ് 1 ഇൻറ്റു എ പ്ലസ് 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു a + p - 2 എന്ന് പറയുന്നത്. ഇത് എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ ഇവിടെ a + 1 മുതൽ p - 2 വരെ നോക്കിയിട്ടുണ്ടെങ്കിൽ 1 2 3 എക്സെട്ര p - 2 വരും. പിന്നെ ഈ a കൂടി കൂട്ടുമ്പോൾ എന്താവും? p - 1 ആണ്. സോ a - 1ഉം a + p - 1ഉം എന്താണ്? പിൻ്റെ രണ്ട് മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? പിൻ്റെ രണ്ട് മൾട്ടിപ്പിൾസ്. ഈ രണ്ട് മൾട്ടിപ്പിൾസിൻ്റെയും ഇടയിൽ വരുന്ന p - 1 ഇൻറ്റീജേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണിത് അല്ലേ? ആ p - 1 ഇൻറ്റീജേഴ്സിൻ്റെയും പ്രൊഡക്റ്റ് എന്താണ്? കോൺഗ്രുവൻറ്റ് ടു -1 mod p ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ പ്രൊഡക്റ്റ് ഓഫ് p - 1 ഇൻറ്റീജേഴ്സ് ബിറ്റ്വീൻ എനി 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് p ഈസ് കോൺഗ്രുവൻറ്റ് ടു -1 മോഡുലോ p. ഓക്കെ, അതാണ് ഈ റിസൾട്ട്.
സോ ഈ റിസൾട്ട് നമ്മൾ പ്രൂഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ആ റിസൾട്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എൻ പി ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എൻ ആണ്. അതിനെ നമുക്ക് കോൺഗ്രുവൻറ്റ് ടു -1 mod p ആണെന്ന് കാണിക്കണം. നമ്മളത് കൺസിഡർ ചെയ്തു. എൻ പി ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എൻ. സോ എന്താണ് എൻ പി ഫാക്ടോറിയൽ ബൈ ന്യൂമറേറ്ററിൽ ഡിനോമിനേറ്ററിൽ എന്താണ് എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു എൻ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഫാക്ടോറിയൽ എന്താണ് 1 × 2 × 3 × എക്സെട്ര ഇൻറ്റു എൻ ആണ്. അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. പി റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ടൈംസ് പീനെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ? പി സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? പി ഇൻറ്റു പി 2 ടൈംസ് മൾട്ടിപ്ലൈ. സോ പി റേസ് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ടൈംസ് പീനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നോക്കൂ, ഇവിടെ 1 2 3 എക്സെട്ര എൻ നമ്പേഴ്സ് ഉണ്ട്. പി യു എത്ര എണ്ണം ഉണ്ട്? എൻ എണ്ണം ഉണ്ട്. സോ അതിന് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. 1 × p ഇൻറ്റു 2 × p 3 × p എക്സെട്ര n × p എന്നുള്ള ഫോമിൽ എഴുതി. ഇനി ഈ ഒരു സംഭവത്തിന് എൻ പി ഫാക്ടോറിയൽ ബൈ 1 × p ഇൻറ്റു 2 × p ഇൻറ്റു 3 × p എക്സെട്ര എൻ പിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്നാണ് പറയുന്നത്? പ്രൊഡക്റ്റ് r is equal to 1 to n r minus 1 into p plus 1 r minus 1 into p plus 2 എക്സെട്ര ഇൻറ്റു r minus 1 into p plus p minus 1 എന്നെഴുതാം. അതെങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് എന്താണ്? r = 1 ആണ്. സോ r = 1 ആകുമ്പോൾ ഇതെന്താ വരിക? r - 1, അതായത് 1 - 1 ഇൻറ്റു പി വരും. 1 - 1 എന്താവും? 0 ആവും. സോ 0 × p അത് ക്യാൻസലായി. ബാക്കി അവിടെ എന്താ ഉള്ളത്? 1 ഇൻറ്റു അടുത്തതും എന്താണ്? 1 - 1 ഇൻറ്റു പി ആണ് അല്ല, r - 1 ഇൻറ്റു p + 2. സോ 1 - 1 ഇൻറ്റു പി, അപ്പോൾ അത് 0 ആയി പോകും. ബാക്കി അവിടെ എന്താ ഉള്ളത്? 2. സോ നെക്സ്റ്റ് എന്താവും? 3 വരും എക്സെട്ര. ഇവിടെ എന്താവും? ഈ ടേം 0 ആവും. ബാക്കി അവിടെ ഉള്ളത് എന്താണ്? p - 1. സോ 1 × 2 × 3 × എക്സെട്ര ഇൻറ്റു p - 1 വെൻ r is equal to 1. നെക്സ്റ്റ് r is equal to 2. സോ r is equal to 2 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക? r - 1 = 1 എന്ന് കിട്ടും. സോ p + 1 ഇവിടെ എന്താണ്? 1 വരും. p + 2 എക്സെട്ര ഇൻറ്റു ഇവിടെ r - 1 ഇൻറ്റു p എന്താവും? p - ഇവിടെ എന്ത് കിട്ടും? r - 1 ഇൻറ്റു p + p - 1 എന്ന് കിട്ടും. സോ p + p - 1 നമുക്ക് 2p - 1 എന്ന് എഴുതാം. r = 3 കൊടുക്കുമ്പോൾ 2p + 1 ഇൻറ്റു 2p + 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 3p - 1 എന്ന് കിട്ടും. അങ്ങനെ n കൊടുക്കുമ്പോൾ r = n കൊടുക്കുമ്പോൾ n - 1 ഇൻറ്റു p + 1 n - 1 ഇൻറ്റു p + 2 എക്സെട്ര np - 1 എന്ന് കിട്ടും. ഇവിടെ എന്താണ്? പ്രൊഡക്റ്റ് r = 1 to n ആണല്ലേ. അപ്പോൾ ഈ r = 1 ആവുന്നതും r = 2 ആവുന്ന എക്സെട്ര r = n ആവുന്ന എല്ലാ കേസിൻ്റെ എന്താണ്? അതിൻ്റെ എല്ലാം പ്രൊഡക്റ്റ് ആണ്. സോ നമുക്ക് ഈ കിട്ടിയതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കണം. അതിൻ്റെ പ്രൊഡക്റ്റ് എന്താ വരിക? 1 × 2 × 3 × എക്സെട്ര ഇൻറ്റു p - 1. പിന്നെ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നെക്സ്റ്റ് p + 1 ആണ്. p ഇല്ല. p + 1 p + 2 എക്സെട്ര 2p - 1 വരെ പോവും. നെക്സ്റ്റ് എന്താണ് അടുത്തത് വരേണ്ടത്? 2p ആണ്. 2p ഇല്ല. അത് കഴിഞ്ഞിട്ടുള്ള 2p + 1 എക്സെട്ര വരും. 3p ഇല്ല. നെക്സ്റ്റ് 3p - 1 പിന്നെ 3p ഇല്ല. 3p + 1 എക്സെട്ര n - 1 ഇൻറ്റു p + 1 വരും. ഇവിടെ n - 1 ഇൻറ്റു p + 1 എക്സെട്ര np - 1 വരെ വന്നു. np ഇല്ല. ഓക്കെ, നമ്മൾ എൻ പി ഫാക്ടോറിയൽ ബൈ 1p ഇൻറ്റു 2p ഇൻറ്റു എക്സെട്ര ഇൻറ്റു എൻ പിന്നെയാണ് ഈ ഫോമിൽ ഈ പ്രോഡക്റ്റ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. സോ ദിസ് ഈക്വൽ ടു ഇതാണെന്ന് നമുക്ക് എഴുതാമല്ലേ, കാരണം ഇവിടെ നമുക്ക് കിട്ടിയത് ഈ സംഭവമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 × 2 × 3 ഇൻറ്റു എക്സെട്ര ഇൻറ്റു p p - 1 ഇൻറ്റു p ഇൻറ്റു p + 1 എക്സെട്ര ഇൻറ്റു 2p - 1 ഇൻറ്റു 2p ഇൻറ്റു 2p + 1 എക്സെട്ര ഇൻറ്റു എൻ പി എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡഡ് ബൈ 1p 2p 3p എക്സെട്ര np എന്ന് ചെയ്താൽ മതിയല്ലേ. സോ ഈ പിയും പിയും ക്യാൻസലാവും. 2p ക്യാൻസലാവും. 3p ക്യാൻസലാവും. എക്സെട്ര np ക്യാൻസലാവും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ സംഭവമാണ് കിട്ടുക അല്ലേ. സോ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് എഴുതാം. സോ നമുക്ക് എൻ പി ഫാക്ടോറിയൽ ബൈ 1p 2p 3p എക്സെട്ര എൻ പിനെ എങ്ങനെ എഴുതാം? പ്രൊഡക്റ്റ് r = 1 to n r - 1 ഇൻറ്റു p + 1 എക്സെട്ര r - 1 ഇൻറ്റു p + p - 1 എന്നെഴുതാം. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു പിൻ്റെ 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസിൻ്റെ ഇടയിലുള്ള p - 1 ടേംസിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? കോൺഗ്രുവൻറ്റ് ടു -1 mod p ആയിരിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. സോ അത് വെച്ചിട്ട് ആ റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? r - 1 ഇൻറ്റു p + 1. ഇതെന്താണ്? ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേം എന്താണ്? r - 1 ഇൻറ്റു p ആയിരിക്കും അല്ലേ. ഓക്കെ, സോ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ടേം r - 1 ഇൻറ്റു p. അതെന്താണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് p ആണ്. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ടേം എന്താണ്? r - 1 ഇൻറ്റു p
പ്ലസ് പി മൈനസ് വൺ ആയിരുന്നു. സോ അടുത്ത ടേം എന്താവും പ്ലസ് പി ആയിരിക്കും. സോ ഇതും എന്താണ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് പി ആണല്ലേ. ആർ മൈനസ് വൺ ഇൻറ്റു പി മൾട്ടിപ്പിൾ ഓഫ് പി ആണ്, പി ഒരു മൾട്ടിപ്പിൾ ഓഫ് പി ആണ്. സോ അതിൻ്റെ സമ്മും എന്താവും മൾട്ടിപ്പിൾ ഓഫ് പി ആയിരിക്കും. സോ ഈ ആർ മൈനസ് വൺ ഇൻറ്റു പിൻ്റെയും ആർ മൈനസ് വൺ ഇൻറ്റു പി പ്ലസ് പിൻ്റെയും ഇടയിലുള്ള പി മൈനസ് വൺ ടേംസിൻ്റെ പ്രൊഡക്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെന്തായിരിക്കും? ഇറ്റ് വിൽ ബി കോൺഗ്രുവൻറ്റ് ടു മൈനസ് വൺ മോഡ് പി ആയിരിക്കും. സോ പ്രൊഡക്റ്റ് ആർ ഇസ് ഈക്വൽ ടു 1 to n മൈനസ് വൺ മോഡ് പി ആണ് എന്നാണ് കിട്ടിയത്. സോ ഇവിടെ എന്താണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ, ആർ ഇസ് ഈക്വൽ ടു 1 to n ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണണം. സോ മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു എക്സെട്ര n ടൈംസ് മൈനസ് വൺ വരും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് വൺ റേസ് ടു n മോഡ് പി എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടി? അതായത് എൻ പി ഫാക്ടോറിയൽ ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു പി റേസ് ടു n എന്താണ്? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് വൺ റേസ് ടു n മോഡ് പി.